ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി 529.50 കോടി രൂപയുടെ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനം സമർപ്പിച്ച 16 പ്രോജക്റ്റുകൾക്കാണ് വായ്പയായി പണം നൽകുന്നത്. കേന്ദ്ര ധനമന്ത്രാലയം അയച്ച കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 ബിഗ് ബ്രേക്ക്. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനൊപ്പം ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്കും സംസ്ഥാന സർക്കാർ വിശദമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ടൗൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം, റോഡുകളുടെയും പാലങ്ങളുടെയും പുനർനിർമ്മാണം, ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ 16 പ്രൊജക്ടുകളാണ് തയ്യാറാക്കിയത്. മൂലധന നിക്ഷേപ പദ്ധതി ഉൾപ്പെടുത്തിയുള്ള സഹായത്തിന് പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. 535.56 കോടി രൂപയുടെ 16 പദ്ധതികൾക്ക് വേണ്ടിയാണ് 529.50 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സഹായം അനുവദിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത്. മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പകൾക്ക് പലിശയില്ല. 50 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഈ മാസം 11-നാണ് വായ്പാ സഹായം അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഡയറക്ടർ ചിന്മയ് പുണ്ഡലിക് റാവു സംസ്ഥാനത്തെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഈ കത്താണ് 24 പുറത്തുവിട്ടത്. കേന്ദ്ര സഹായത്തോടെ നടക്കുന്ന ഈ 16 പദ്ധതികൾക്കും ആവർത്തന പദ്ധതികൾ പാടില്ല എന്ന നിബന്ധനയോടെയാണ് സഹായം അനുവദിച്ചിരിക്കുന്നത്. 16 പദ്ധതികൾ സർക്കാർ LP സ്കൂൾ സമീപത്തെ 8-ാം നമ്പർ പാലത്തിന് ചിലവൊഴികെ മറ്റെല്ലാ പദ്ധതികൾക്കും മുഴുവൻ തുകയും അനുവദിച്ചിട്ടുണ്ട്. വായ്പയാണെങ്കിലും മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്ത് ലഭിക്കുന്ന പ്രധാന സഹായമാണിത്. എന്നാൽ സമഗ്ര പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യപ്പെടുന്ന തുക ഇനിയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ കേന്ദ്ര സഹായം വായ്പയാണ്, പക്ഷേ പലിശയില്ല. തിരിച്ചടവിന് 50 വർഷത്തെ സാവകാശമുണ്ട്. ഇത് കേരളം ആവശ്യപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒന്നായിരുന്നു, അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെട്ട പദ്ധതികൾ 16 അതിൽ ഉൾപ്പെടുന്നതാണ് ഈ വായ്പ കൂടി. അപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ കേന്ദ്ര സഹായം അനുവദിച്ചതിന് ശേഷം? വിജയകുമാർ, കേന്ദ്ര സഹായം വായ്പയായി അനുവദിക്കുന്ന വിവരം അറിയിച്ചുകൊണ്ട് ഈ മാസം 11-നാണ് സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പിലേക്ക് ഈ കത്ത് വരുന്നത്. കത്ത് റവന്യൂ വകുപ്പിനും ഒപ്പം തന്നെ ദുരന്ത നിവാരണ വകുപ്പിനുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാനം തയ്യാറാക്കിയ പദ്ധതി പ്രകാരമുള്ള വായ്പാ സഹായമാണ്. 535.56 കോടി രൂപയുടെ ഒരു പുനർനിർമ്മാണ പദ്ധതിയാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അനുബന്ധ പദ്ധതിയായി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയത്. ഈ പദ്ധതിക്കും സഹായത്തിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. അങ്ങനെയുള്ള പദ്ധതി മൂലധന നിക്ഷേപ സഹായ പദ്ധതിയുടെ ഭാഗമായി ഉള്ള വായ്പയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനം തയ്യാറാക്കിയ 16 പദ്ധതികളിൽ ഞാൻ നമ്മൾ പ്രക്ഷേപണം ചെയ്ത റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും അവസാനത്തെ പദ്ധതിയായ GLP സ്കൂളിന് സമീപത്തെ 8-ാം നമ്പർ പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിന് 0.94 ലക്ഷം കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. എന്നാൽ ആ പദ്ധതിക്ക് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് 7 കോടിയാണ്. അതിൽ ബാക്കി വരുന്ന 6.04 കോടി രൂപ സംസ്ഥാനം വഹിക്കണം എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ പദ്ധതികൾക്കും അതേപടി അംഗീകരിച്ചുകൊണ്ടുള്ള സഹായമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. എന്നാൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ സംസ്ഥാനം കണക്കാക്കുന്ന നഷ്ടം അത് പുനർനിർമ്മിക്കാനായി 2000 കോടി രൂപയാണ് സർക്കാർ കണക്കാക്കുന്നത്. ആ 2000 കോടി രൂപയുടെ വിശദമായ പദ്ധതി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സമഗ്ര പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ല. എന്നാൽ അനുബന്ധ പുനർനിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് ഇപ്പോൾ വായ്പാ സഹായം അനുവദിച്ചിരിക്കുന്നത്. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 16 പ്രോജക്റ്റുകളായിരുന്നു കേരളം കേന്ദ്രത്തിന് നൽകിയത്. അതിന് ഉള്ള വായ്പ എന്ന നിലയിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഇത് പലിശ രഹിത വായ്പയാണ്. 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇക്കാര്യത്തിൽ കേന്ദ്ര സഹായം സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ റവന്യൂ മന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് പീഡനത്തിൽ വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിട്ടില്ല എന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന്റെ വാദം തള്ളുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. DME, ADME എന്നിവരുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനകൾ നടക്കും. റാഗിംഗ് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കെതിരായ നടപടി സസ്പെൻഷനിൽ അവസാനിക്കില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സസ്പെൻഷന് തീരില്ല. അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും. അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും. അത് തെറ്റ് തന്നെയാണ്. അത് ക്രൂരമല്ല, അതിക്രൂരവും അതിന്റെ അപ്പുറത്തുമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പരാതിപ്പെട്ടില്ല എന്നുള്ളതല്ലല്ലോ, അതാണ് പറഞ്ഞത്. ഇവിടെ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചു. ഈ കോട്ടയത്തെ ജനറൽ നഴ്സിംഗിന്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ്. ഇനി DME തലത്തിൽ സ്വീകരിക്കുന്നതിനപ്പുറത്ത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടിയാണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയത്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന് സംഭവിച്ചതിന് തുടർച്ചയാണ് കോട്ടയത്തെ റാഗിംഗ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂക്കോട്ട് കേസിൽ പ്രതികളായ SFI പ്രവർത്തകരെ സർക്കാർ സംരക്ഷിക്കുന്നു. ആരോഗ്യമന്ത്രിയുമായി ബന്ധമുള്ളയാളായതുകൊണ്ടാണ് വിഷയത്തിൽ മന്ത്രി പ്രതികരിക്കാതിരുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. ഇത് വയനാട്ടിൽ സിദ്ധാർത്ഥന് സംഭവിച്ച ദുരന്തത്തിൻ്റെ തുടർച്ചയാണ്. ഇവിടെ കൊലപാതകമോ ആത്മഹത്യയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ക്രൂരമായ ഞെട്ടിക്കുന്ന പീഡന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. വേറെ തരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ, തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെയുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞ 3 മാസം എത്ര പേരാണ് ക്രൂരമായ മർദ്ദനമേറ്റ് വാങ്ങിയത്? പൂക്കോട് സംഭവത്തിൽ പ്രതികളായ SFIക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ, SFIക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായി. CPM-നോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ആ SFI എന്ന് പറയുന്ന സംഘടന ഒന്ന് പിരിച്ചുവിടും. കണ്ണൂരിൽ +1 വിദ്യാർത്ഥി ക്രൂര റാഗിങ്ങിനിരയായ സംഭവത്തിൽ 5 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. ബഹുമാനിക്കുന്നില്ല എന്നാരോപിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം ക്രൂരമായ റാഗിങ്ങിനിരയായത്. സംഭവത്തിൽ 5 +2 വിദ്യാർത്ഥികൾക്കെതിരെ കൊളവല്ലൂർ പോലീസ് കേസെടുത്തു. ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, തടഞ്ഞുവെക്കൽ തുടങ്ങി 6 വകുപ്പുകൾ ചുമത്തി. പ്രതി ചേർത്ത 3 +2 വിദ്യാർത്ഥികൾക്ക് പ്രായപൂർത്തിയായെന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബഹുമാനിക്കുന്നില്ലെന്നാരോപിച്ച് തടഞ്ഞുവെച്ച് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനം തടയാൻ ശ്രമിച്ചതോടെ അടിച്ചു വീഴ്ത്തുകയും +1 വിദ്യാർത്ഥിയുടെ ഇടതുകൈ ചവിട്ടിയൊടിക്കുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ വിദ്യാർത്ഥി തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റാഗിങ്ങിന് നേതൃത്വം നൽകിയ 3 +2 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 24 കണ്ണൂർ. റാഗിങ്ങിനെതിരെ സാമൂഹ്യ ജാഗ്രത വേണമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. സമൂഹത്തിൽ ചില അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുടുംബം എന്ന വൈകാരിക സുരക്ഷ കുട്ടികൾക്ക് ഇല്ലാതാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത്യന്തം ജാഗരൂകതയോടുകൂടി വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട അധികാരികളെ, വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് പരമാവധി പരിശ്രമം നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്തു പോകുന്നുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിയെ സഹപാഠി കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. വരോട് സ്വദേശി അഫ്സറിനാണ് പരിക്കേറ്റത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം എന്നാണ് പ്രാഥമിക വിവരം. അതേസമയം ബെൻസൺ അബ്രഹാമിന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി ആരോപണ വിധേയനായ ക്ലർക്ക് സനൽ ജെ. ബെൻസൺ അബ്രഹാം അനുമതിയില്ലാതെ സീൽ എടുത്തത് താൻ ചോദ്യം ചെയ്തു. വിലക്കിയതോടെ വാക്കുതർക്കമുണ്ടായെന്നും താൻ ഒന്നും മോശമായി പ്രതികരിച്ചിട്ടില്ല എന്നും സനൽ ജെ 24-നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് സീൽ എടുക്കുന്നത്? ഈ നോക്കി പറയും, സീലൊക്കെ എന്തിനാണ് പറക്കി എടുക്കുന്നത്? എന്താ ആവശ്യത്തിന് ആരെടുത്ത് ചോദിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഏതൊരു ടീച്ചർ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് സീൽ എടുത്തുകൊണ്ട് സീലാണ്. ഞാൻ കേട്ട്, ആര് പറഞ്ഞു വിട്ടാലും ഏത് സീലാണെന്നുള്ളത് നിനക്ക് അറിയണ്ടേ? നിനക്ക് തിരിച്ചറിയണ്ടേ ഏത് സീലാണെന്നുള്ളത്? നിനക്കറിയാമോ? ആ ടീച്ചറിൽ ഒന്ന് എടുക്കാൻ പറയുന്നത് അത്ര തന്നെ പറഞ്ഞുള്ളൂ. ആ വൈകിട്ട് എടുത്തത് ദേഷ്യപ്പെട്ട് ചൂടായിട്ട് അങ്ങനെ പോയി. ക്ലാസ്സിൽ സർക്കാർ ലക്ഷങ്ങളും മുടക്കി ബെഞ്ച് ഡെസ്കും പടുത്തിട്ടിരിക്കുന്നത് അവരുടെ ആവശ്യത്തിനാണ്, അവർക്ക് പഠിക്കാനും എല്ലാത്തിനുമാണ്. ഓഫീസിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ഓഫീസിൽ വരുമ്പോൾ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആരും ചോദിക്കണ്ടേ? ചോദിക്കാതെ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തിനാണ്, ആരാണ്, എന്താണെന്നുള്ള ചോദിക്കും. അത് ഞാൻ ചോദിച്ചോളൂ, എന്റെ കടമ ഞാൻ ചെയ്തോളൂ. പയ്യൻ വേറെ എന്തൊക്കെ ദേഷ്യപ്പെട്ട് എന്റെ അടുത്ത് എന്ത് ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ പറഞ്ഞു, പുറത്തുനിന്ന് എന്നെ ചീത്തവിളിക്കുകയായിട്ട് പോയി. അത്ര തന്നെ. ഞാൻ ഒന്നും തിരിയൊന്നും പറഞ്ഞില്ല, ഞാൻ അവിടെ മിണ്ടാതിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് അടുത്ത് പരാതിപ്പെടാനൊന്നിനും പോയില്ല. ഇതിപ്പം ഞാൻ രാവിലെ എന്റെ അടുത്താരും പറഞ്ഞില്ല, ഒരു പോലീസ് ഓഫീസർ അന്വേഷണം എന്നൊക്കെ ഇതിൽ എന്റെ അടുത്ത് വിളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ മൊഴി മാറ്റി പ്രധാന സാക്ഷികൾ. കൃത്യത്തിന് ശേഷം പ്രതി ചെന്താമര കടന്നുകളയുന്നത് കണ്ടെന്ന മൊഴിയാണ് 2 പേർ മാറ്റി പറഞ്ഞത്. എന്നാൽ മൊഴി മാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്നും 8 സാക്ഷികളുടെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നും ആലത്തൂർ DYSP മുരളീധരൻ പറഞ്ഞു.
പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിൽ പോലീസ് അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് കേസിലെ 2 സാക്ഷികൾ മൊഴിമാറ്റിയത്. ചെന്താമര ഇനിയും ജാമ്യത്തിലിറങ്ങിയാൽ തങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയമാണ് മൊഴിമാറ്റാൻ കാരണം. എന്നാൽ മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ലെന്നാണ് ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ പറയുന്നത്. പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാൻ ശക്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ട്. കൂടുതൽ പേർ മൊഴി മാറ്റാതിരിക്കാൻ 8 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. അവരില്ലെങ്കിലും നമുക്ക് മറ്റ് തെളിവുകളുണ്ട്. നമ്മൾ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനായിട്ട് പാലക്കാട് JFC മണ്ണിലെ ബഹുമാനപ്പെട്ട കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ ആൾറെഡി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഒരു 2 ദിവസമായി കൊടുത്തിട്ട് അതിൻ്റെ നടപടികളുണ്ടാവും. പിന്നെ കേസിലേക്കായിട്ട് നമുക്ക് സയൻറ്റിഫിക് എവിഡൻസ് ഇഷ്ടം പോലെയുണ്ട്. കുറ്റകൃത്യം പ്രൂവ് ചെയ്യാനായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. മറ്റ് സാഹചര്യ തെളിവുകളും സാക്ഷികളൊക്കെ ഉണ്ട്. വിചാരണ നടപടികൾ വേഗത്തിലാകാൻ കേസ് ആലത്തൂർ കോടതിയിൽ നിന്ന് മാറ്റാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. കേസിൽ മാർച്ച് 15 മുൻപ് കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് നീക്കം. 3 ദിവസം കൂടുമ്പോൾ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലും ആഴ്ചയിലൊരിക്കൽ DIG ഹരിശങ്കറിന്റെ നേതൃത്വത്തിലും കേസ് അവലോകനം ചെയ്യുന്നുണ്ട്. 24 പാലക്കാട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വനം വകുപ്പിനോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ കോടതി ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി അതിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലംഘനമുണ്ടോ എന്നതടക്കം ഇവിടെ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ കോടതി അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത്. സ്വമേധയാ കോടതിയുടെ ഇടപെടലാണല്ലേ? വിജയകുമാർ, ഇത് ദേവസ്വം ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണനയ്ക്ക് എടുത്തത്. സ്വമേധയാ കോടതി ഇടപെടുകയായിരുന്നു. ഇതിൽ ഗുരുവായൂർ ദേവസ്വത്തോടൊക്കെ വിശദീകരണം തേടുന്നതിനൊരു കാരണമുണ്ട്. ഈ 2 ആനകളും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ്. ഇടഞ്ഞ ഈ 2 ആനകളും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ട് ഹാജരാകണം. ഈ വരുന്ന തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ദേവസ്വം ലൈവ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററാണ് നേരിട്ട് ഹാജരാകേണ്ടത്. ആനയുടെ ഭക്ഷണ യാത്രാ രജിസ്റ്ററുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തോടും വനം വകുപ്പിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് എന്നും കോടതി ഇപ്പോൾ ചോദിക്കുന്നു. വിജയകുമാർ, ഒരു കാര്യം, നേരത്തെ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് ഈ നാട്ടാന പരിപാലന ചട്ടവും ഈ ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റികൾ സുപ്രീം കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്സവങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരും ഈ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ഒരു പരിധി വരെ എടുത്തിരുന്നത്. പക്ഷേ ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുന്നത്. വനം വകുപ്പിനോട് വിശദീകരണം തേടി ഗുരുവായൂർ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് പറഞ്ഞു. സ്വമേധയാ കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇതിനനുബന്ധമായ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് വരുന്നുണ്ട്. ആന ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ADM-ഉം ഫോറസ്റ്റ് കൺസർവേറ്ററും തയ്യാറാക്കിയ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇക്കാര്യത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് കണ്ടെത്തുന്നു. മറ്റെന്തൊക്കെ വീഴ്ചകൾ അവിടെ സംഭവിച്ചു? ക്ഷേത്രോത്സവത്തിലെ എഴുന്നള്ളത്തിൽ മറ്റെന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് ഈ ഉദ്യോഗസ്ഥതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? വിജയകുമാർ, ഉത്സവങ്ങളിലൊക്കെ ആനകളെ എത്തിക്കുമ്പോൾ കൃത്യമായ നിയമങ്ങളുണ്ട്, കൃത്യമായ ചട്ടങ്ങളുണ്ട്. പക്ഷേ കൊയിലാണ്ടിയിൽ ഇന്നലെ ഈ ചട്ടങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ മീറ്റിംഗിൽ ADM-ഉം ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കണ്ടെത്തൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ആനകൾ തമ്മിലുള്ള അകലം, ഒപ്പം ജനങ്ങളുമായി ആനകളുടെ അകലം, കൂടാതെ എത്ര അകലത്തിൽ വെച്ച് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്. പക്ഷേ കൊയിലാണ്ടിയിൽ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായതിനു പിന്നാലെ തന്നെ ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ രീതിയിലുള്ള ചട്ടങ്ങളൊന്നും തന്നെ ലംഘിക്കപ്പെട്ടിട്ടില്ല, നാട്ടാന പരിപാലന ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രതികരണം. പക്ഷേ അങ്ങനെയല്ല, ഇതിലൊക്കെ ഒരു ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇവർ ഈ റിപ്പോർട്ട് വനം മന്ത്രി AK ശശീന്ദ്രന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ഈ ഒരു ചട്ടലംഘനത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടിക്ക് കൂടി ഇവർ ശുപാർശ ചെയ്തിട്ടുണ്ട്.
ഏതൊക്കെ തരത്തിലുള്ള ചട്ടലംഘനമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ വനം മന്ത്രി വ്യക്തത വരുത്തുമെന്നാണ് അവർ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ അക്കാര്യങ്ങളുണ്ട്. അക്കാര്യം വനം മന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നും ഈ നേരത്തെ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ADM-ഉം ഒപ്പം തന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥയും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും 3 പേരുടെ മരണത്തിലേക്ക് നയിച്ച ഈ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. യെസ്, ആ ചട്ടലംഘനം വ്യക്തമാണ്. അത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് മരിച്ച 3 പേർക്കും ആ നാട് വിട നൽകുകയാണ്. അവരുടെ പൊതുദർശനം അവിടെ നടക്കുകയാണ്. നാട്ടുകാരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തുന്നു. ഇന്നലെയൊക്കെ ഈ സമയം ഒക്കെ ഉത്സവാഘോഷത്തിൻ്റെ ലഹരിയിലായിരുന്നു. വൈകുന്നേരമാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ ആ നാടിനെ അത് പിടിച്ചുലച്ചു, നടുക്കി എന്ന് പറയുന്നതിൽ 100% ശരിയാണ്. മരിച്ച ലീല, അമ്മുക്കുട്ടി, രാജൻ എന്നിവർക്ക് നാട് വിട നൽകുകയാണ്. ഈ വിഷയത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. CCF ആർ കീർത്തി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം CCF-ൻ്റെയും ജില്ലാ കളക്ടറുടെയും റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തലൊന്നുമില്ല. നമുക്ക് സംബന്ധിച്ചിടത്തോളം ആന എഴുന്നള്ളപ്പിന് വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ മന്ത്രിയുടെ ഓഫീസിലുണ്ട്. അതൊക്കെ നമുക്ക് മന്ത്രി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മന്ത്രി പരിശോധിച്ചിട്ട് ആ കാര്യങ്ങൾ പറയും. നമ്മളിപ്പോൾ 2 റൂൾ വയലേഷൻ പറഞ്ഞിട്ടുണ്ട് സാറിന്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാറ് തന്നെ അത് നിങ്ങളോട് പറയും ആ വയലേഷൻസ്. അപ്പോൾ എന്തായാലും വയലേഷൻ നമ്മൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ സർക്കാരിന് നൽകിയ, വകുപ്പ് മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതിൻ്റെ വിവരങ്ങൾ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറയും എന്നാണ് CCF അറിയിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലുണ്ടായ അപകടം ഒരു നാടിൻ്റെ നോവാണ്. വിവിധ ദേശങ്ങളുടെ വരവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകട സമയം ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മണക്കുളങ്ങര ക്ഷേത്രോത്സവം അവസാന ദിവസത്തെ ചടങ്ങുകൾ നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ദുരന്തം തേടിയെത്തിയത്. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് മുന്നോടിയായുള്ള ക്ഷേത്രവരവ് നടക്കവേ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് അപകടം നടക്കുന്നത്. ക്ഷേത്രവരവിന് മുന്നോടിയായി വലിയ ശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചിരുന്നു. ഇതിൻ്റെ ശബ്ദമാണ് ആനകളിടയാൻ കാരണമായതെന്നാണ് പ്രാഥമികമായി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അപകട സമയം ക്ഷേത്രാങ്കണത്തിലുണ്ടായിരുന്നത് 2 ആനകൾ, ഗോകുലും പീതാംബരനും. പിന്നിൽ നിന്ന ആന മുന്നിൽ നിന്ന ആനയെ കുത്തി. ഇതോടെ 2 ആനകളും പരിഭ്രാന്തരായി. ഇതോടെ ജനങ്ങൾ ചിതറിയോടി. കാട്ടുവയൽ, അണയിലക്കടവ് ദേശങ്ങളുടെ വരവ് ക്ഷേത്രത്തിന് സമീപം എത്തിയിരുന്നു. ഈ കൂടെ നിരവധി ആനകളും ആയിരക്കണക്കിന് ആളുകളും ഉണ്ടായിരുന്നു. ഇവർ കൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിച്ചേനെ. രണ്ട് വരവും അവിടെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് വരവെത്തും. അതിന് തൊട്ട് മുമ്പാണ് ഇത് അപകടം ഉണ്ടായത്. കൂടുതൽ പേർക്ക് അപകടവും ഇതൊന്നുമല്ല, ചിത്രം മാറും, മരണസംഖ്യ കൂടാനും സാധ്യതയുണ്ട്. പിന്നെ ഒന്നാമത്തെ ഈ ചുറ്റുമതിലൊക്കെ ഇങ്ങനെ കെട്ടിയെക്കൊണ്ട് ജനങ്ങൾ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആണുള്ളത്. ആനകളിടഞ്ഞ് ഓടുന്നതിനിടെയാണ് ഈ കാണുന്ന കെട്ടിടം തകർന്നു വീണത്. 3 പേരുടെ മരണത്തിന് കാരണമായതും ഈ കെട്ടിടം തകർന്നു വീണത് തന്നെയാണ്. പരിക്കേറ്റവരെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുമാണ് രക്ഷപ്പെടുത്തിയതും. അവിടെ ആ പരിസരം എന്താ വെച്ചാൽ കംപ്ലീറ്റ് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിക്കാൻ തക്കണമല്ലോ. അവിടെ ഇങ്ങനെ ഇരിക്കുകയുണ്ടായി. എല്ലാ വർഷവും അങ്ങനെയാണ് ഉണ്ടാകില്ലേ, പ്രായമുള്ള സ്ത്രീകളൊക്കെ അവിടെ ഇരിക്കുക. അതിലേക്കാണ് ആന നന്നായിട്ട് കയറിയത്. അതന്നെ, ഈ ആന ബാക്കിലുള്ള ആന പിന്നെ മുന്നിലത്തെ ആനേനെ കുത്തിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ആ ആന നേരെ ഈ ജനങ്ങളുടെ ഇടയ്ക്ക് കയറുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു പോകുന്നത്.
ഇങ്ങോട്ട് ഓടിയത് ഇവിടുന്ന് കിട്ടി പിടിച്ച്. മറ്റേത് ഒരു ഈ സൗത്ത് റോഡ് എന്ന് പറഞ്ഞ റോഡ് അവിടെ നിന്ന് പിടിച്ച് 20 ആൾക്കാരറ്റ മെഡിക്കൽ കോളേജിലുണ്ട്, ഒരു 4-5 കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. മുപ്പത് മിനിറ്റ് നീണ്ടു നിന്ന പരിഭ്രാന്തികൾക്കൊടുവിൽ ഇടഞ്ഞ ഗോകുൽ, പീതാംബരൻ എന്നീ ആനകളെ തളയ്ക്കാനായി. എന്നാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഒരു നിമിഷം കൊണ്ട് ആശങ്കയുടെയും കണ്ണുനീരിൻ്റെതുമായി മാറി. ഇന്ന് സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട നാട്ടിൽ ഒരു ശൂന്യതയാണ്. ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കൊയിലാണ്ടി. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോട്ടയം ഇളങ്കാട് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. മ്ലാക്കര ഭാഗത്താണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഇത് എങ്ങനെയാണ് ഈ പുലി ചത്തത്? ഈ മേഖലയിൽ വന്യമൃഗങ്ങളൊക്കെ നിരന്തരം ഇറങ്ങി ആളുകളെ ശല്യം ചെയ്യുന്ന പ്രദേശമാണോ? എന്താണ് സംഭവിച്ചതെന്നാണ് അവിടെ നാട്ടുകാരൊക്കെ പറയുന്നത്? വിജയകുമാർ, ഈ പ്രദേശത്ത് സ്ഥിരമായി വന്യജീവി ശല്യമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. മുൻപ് പുലിയെ കണ്ടിട്ടുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ചത്ത നിലയിലാണ് ഈ പുലിയെ കണ്ടെത്തിയത്. പുലിയുടെ കഴുത്തിന് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ടെന്നാണ് വനപാലകർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് പന്നിക്കണിയിൽ പെട്ടതാണോ എന്നൊരു സംശയം കൂടി വനപാലകർക്കുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്താണ് മരണകാരണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ വലിയൊരു ആശങ്കയും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പണ്ട് ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഈ ചത്ത പുലിയെ കണ്ടെത്തിയതോടുകൂടി വലിയൊരു ആശങ്കയുണ്ട്. ഈ മുണ്ടക്കയത്തിൻ്റെ മറ്റ് ചില മേഖലകളിൽ വലിയ രീതിയിലുള്ള പുലിശല്യവും അത് പിടികൂടാൻ വേണ്ടി കെണിയൊക്കെ വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുൻപ് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ആശങ്കയൊന്നുമില്ലാതെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. യെസ്, കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയായ മുണ്ടക്കയത്തിനടുത്താണ് ഇളങ്കാട്. അവിടെയാണ് ഈ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വന്യമൃഗ ശല്യമുള്ള മേഖലയാണ്. ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് നാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 21 പേർ. കൂടുതൽ പേർ മരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. ഒരു മാസത്തിൽ ശരാശരി 3 മുതൽ 5 വരെ ആനകൾ ഇടയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. നാട്ടാനാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ പൊലിഞ്ഞത് പാലക്കാട് ജില്ലയിലാണ്. 7 പേർക്കാണ് ജില്ലയിൽ മാത്രം ജീവൻ നഷ്ടമായത്. തൃശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ 3ഉം ഇടുക്കി, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തരും മരിച്ചു. ആലപ്പുഴയിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ കൊല്ലം, പത്തനംതിട്ട, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാട്ടാനകളുടെ ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരാൾ പോലും മരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മരണങ്ങളിൽ ഏറിയ പങ്കും സംഭവിച്ചത് ഉത്സവങ്ങൾക്കിടയിലും മറ്റ് ആഘോഷ പരിപാടികൾക്കിടയിലുമാണ്. ഒരു മാസം ശരാശരി 3 മുതൽ 5 വരെ ആനകൾ ഇടയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതായും വനം വകുപ്പ് വ്യക്തമാക്കുന്നു. എ.വി. ജയശങ്കർ, 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പാലാ നഗരസഭയിൽ സ്വന്തം ചെയർമാനെ പുറത്താക്കി LDF. വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ UDF വിട്ടുനിന്നപ്പോൾ LDF കൗൺസിലർമാർ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ധാരണപ്രകാരം സ്ഥാനമൊഴിയാൻ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടിട്ടും ചെയർമാൻ ഷാജു വി തുരുത്തൻ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസത്തെ ഭരണപക്ഷം പിന്തുണച്ചത്. കേരള കോൺഗ്രസ് എമ്മിലെ ധാരണപ്രകാരം ഈ മാസം 2-ാം തീയതി നിലവിലെ ചെയർമാൻ ഷാജു വി തുരുത്തൻ സ്ഥാനമൊഴിയേണ്ടതാണ്. എന്നാൽ ജോസ് കെ മാണി അടക്കമുള്ള പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും ഷാജു ഇതിന് തയ്യാറായില്ല. ഇന്ന് രാവിലെ സ്ഥാനമൊഴിയണമെന്ന് LDF അന്ത്യശാസനം നൽകി. എന്നിട്ടും ചെയർമാൻ വഴങ്ങിയില്ല. ഇതോടെയാണ് UDF സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ LDF തീരുമാനിച്ചത്. അവിശ്വാസം കൊണ്ടുവന്ന സ്വതന്ത്രനടക്കം 9 UDF കൗൺസിലർമാർ വിട്ടുനിന്നപ്പോൾ 14 LDF കൗൺസിലർമാരും അവിശ്വാസത്തെ അനുകൂലിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം പിന്തുണയോടെയാണ് അവിശ്വാസത്തെ അനുകൂലിച്ചു എന്നാണ് LDF കൗൺസിലർമാർ പറയുന്നത്. കാലാവധി തീർന്ന ഒരു ചെയർമാൻ രാജിവെക്കുകയില്ലെന്ന് ഉറച്ച നിലപാടെടുക്കുമ്പം ഭരണകക്ഷി മുന്നണിയും അതിൻ്റെ നേതാക്കന്മാരും ഒരു നിലപാടെടുക്കുന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു, അതിവിടെ പരാജയപ്പെട്ടു. സ്ഥിരമായി ചെയർമാൻ മാറുന്നത് വികസനത്തിന് തിരിച്ചടിയാകുന്നു എന്നാണ് UDF പറയുന്നത്. ചെയർമാന്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാണ് വിട്ടുനിന്നതെന്നും UDF. ഞങ്ങൾക്ക് നാടിൻ്റെ വികസനം,
3 മാസം 4 മാസം 5 മാസം കൂടുമ്പോൾ ഓരോ ചെയർമാന്മാരെ മാറ്റിയിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഭരണവും നടക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എത്ര മഹത്തരരായിട്ടുള്ള ആളുകൾ ഭരിച്ച മുനിസിപ്പാലിറ്റിയാണ്. തനത് ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റ് മാറിയിടാൻ പോലും പൈസ ഇല്ലാത്ത പാലാ മുനിസിപ്പാലിറ്റി അത്രയും ദാരിദ്ര്യത്തിലാണ്. അതിൽ നിന്ന് മാറ്റം വരണമെന്നും ജനങ്ങൾക്ക് അതിൻ്റെ നേട്ടമുണ്ടാകണമെന്നും വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങിയത്. ഷാജു വി തുരുത്തൻ പുറത്തായ സാഹചര്യത്തിൽ 3-ാം വാർഡിലെ തോമസ് പീറ്ററെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലായിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകം വലിയ ചർച്ചയാവുകയാണ്. 24 കോട്ടയം. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ CPM-ന്റെ അവിശ്വാസ നീക്കം പാളി. BJP കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നതോടെ ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിലെ പ്രതിഷേധങ്ങൾ വഴിതിരിക്കാനാണ് CPIM അവിശ്വാസമെന്ന് BJP ആരോപിച്ചു. പഞ്ചായത്തിലെ വികസന മുരടിപ്പടക്കം തുറന്നു കാണിക്കാനാണ് അവിശ്വാസമെന്ന് CPIM. ബ്രൂവറി വിഷയത്തിനു പിന്നാലെയെന്ന് എവിടെയും പറയുന്നില്ല. ബ്രൂവറിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഭരണസമിതിയെ താഴെയിടാനുള്ള നീക്കം പക്ഷേ തുടക്കത്തിലെ പാളി. BJP-യുടെയും കോൺഗ്രസിന്റെയും അംഗങ്ങൾ വിട്ടുനിന്നതോടെ ക്വാറം തികയാതെ അവിശ്വാസം ചർച്ചയ്ക്ക് പോലും എടുത്തില്ല. CPM-ന്റെ 8 അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. 11 അംഗങ്ങളുടെ പിന്തുണ വേണമായിരുന്നു അവിശ്വാസം ചർച്ച ചെയ്യാൻ. ഞങ്ങളുടെ വാർഡുകളിൽ ഒരു വികസനത്തിനും സഹായിക്കാതെയും ഫണ്ട് തരാതെയും BJP-യും കോൺഗ്രസും മാത്രം എടുക്കുന്ന ഒരു പ്രവണതയും പേരിന് മാത്രം കുറച്ച് ഫണ്ട് ഞങ്ങൾക്ക് തരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ 4 വർഷ കാലയളവിൽ ഈ എലപ്പുള്ളി പഞ്ചായത്തിലെ ഭരണം പോയത്. മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അട്ടിമറിക്കാനാണ് CPIM അവിശ്വാസം കൊണ്ടുവന്നതെന്ന് BJP ആരോപിച്ചു. മദ്യ കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്ന അവിശ്വാസമാണ് പാളിപ്പോയതെന്ന് കോൺഗ്രസും തുറന്നടിച്ചു. കൂലിപ്പണിക്കാർക്ക് വേണ്ടി വാദിച്ചവർ കോടീശ്വരന്മാർക്കും മദ്യമുതലാളിമാർക്കും വേണ്ടി വാദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ പരിണാമം ആയി മാറി എന്നുള്ളതാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. 22 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിന് 9-ഉം CPM-ന് 8-ഉം BJP-ക്ക് 5-ഉം അംഗങ്ങളാണ് ഉള്ളത്. 24 പാലക്കാട്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണം പണമിടപാട് സ്ഥാപനത്തിന്റെ സമ്മർദ്ദമെന്ന് ബന്ധുക്കൾ. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ കളക്ഷൻ ഏജന്റുമാർ ഒന്നിച്ചെത്തി തിരിച്ചടവ് തുകയ്ക്കായി ഭീഷണിപ്പെടുത്തിയത് മരിച്ച ഷാനിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഇന്നലെയാണ് എറിയാട് പാലമുറ്റത്തെ ഷിനി ആത്മഹത്യ ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയോടെ എത്തിയ കളക്ഷൻ ഏജന്റുമാരുടെ സമ്മർദ്ദം സഹിക്കാതെ ഷിനി കിടപ്പുമുറിയിൽ കയറി വാതിലടക്കുകയായിരുന്നുവെന്ന് സിനിയുടെ ഭർത്തൃപിതാവ് രമണൻ പറയുന്നു. ഉടൻ തന്നെ ഷിനിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മരിക്കുകയായിരുന്നു. വായ്പാ തുക തിരിച്ചടക്കുന്നതിലെ വീഴ്ച വന്നതിനെ തുടർന്ന് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഷിനിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായി രമണൻ കുറ്റപ്പെടുത്തി. 3 പേരും കൂടി ഈ ലോൺകാരെല്ലാവരും കൂടി ഇവര് തമ്മി എന്തോ പറഞ്ഞത് എൻ്റെ മരുമോൾക്ക് കേട്ടിട്ടുണ്ട്. തയ്ക്കാൻ പറ്റാത്ത എന്തോ കാര്യമാണ്. ഞാൻ കേട്ടില്ല. ഒരു പറഞ്ഞിട്ട് ഇവള് പേരെ വലി വന്നുമ്പോൾ അത് അടച്ചി അപ്പം വാടിയിറച്ചിരിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഷിനി ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലും ഇവർ പണം ആവശ്യപ്പെട്ട് പലതവണ എത്തിയതായും വീട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. 24 തൃശൂർ. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ തൃശൂർ അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ പണമിടപാട് കമ്പനിയുടെ ജീവനക്കാർ തട്ടുകടയിൽ കയറി കടയുടമയെ മർദ്ദിച്ചതായി പരാതി. മുൻ അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷിനാണ് മർദ്ദനമേറ്റത്. ഇന്ന് രാവിലെ 9:30 സംഭവം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്നു കേസിൽ പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ച എക്സൈസ് ക്രൈംബ്രാഞ്ച്. പ്രതി നാരായണദാസിനെതിരെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഈ നാരായണദാസിനെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. സുപ്രീം കോടതി വരെ ഇയാൾ പോയി, പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചു. അതിനിടയിൽ ഈ പ്രതി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ വന്നു. ഇപ്പോഴിതാ ലുക്കൌട്ട് സർക്കുലറൊക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്താണ് നീക്കങ്ങൾ ശ്രീകാന്ത്? വിജയകുമാർ, ചാലക്കുടി ഷീല സണ്ണി വ്യാജ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പ്രതി നാരായണദാസിനെതിരെ എക്സൈസ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് വിമാനത്താവളങ്ങളിലടക്കം ഇത് കൈമാറിയിട്ടുണ്ട്. ഇയാൾ രാജ്യം വിട്ടു പോകുന്നതിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് തടയുക ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഈ നീക്കം ഉണ്ടായിട്ടുള്ളത്.
ഇപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് ഇപ്പോഴും അറിയിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. സുപ്രീം കോടതി ഒരു പടി കൂടി കടന്ന് ഇയാൾ ഇതിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യത്തിന് അർഹനല്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. 72 ദിവസം ഒരു സ്ത്രീ ജയിലിൽ കിടന്നതാണ് വ്യാജ കേസിൽ. നിങ്ങൾ ഒരു 72 മണിക്കൂർ പോലും കിടന്നിട്ടില്ലല്ലോ, ഇതൊരിക്കലും അനുകൂലിക്കാനാകില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തൊട്ടു പിന്നാലെ എക്സൈസ് ചൂടുപിടിച്ച അന്വേഷണത്തിൽ ആണ് ഇപ്പോഴും. അതിനാലാണ് ഈ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. ഇയാൾ രാജ്യം വിടരുത്, ഇതാണ് ഈ ലുക്കൌട്ട് സർക്കുലറിന്റെ ഉദ്ദേശം. യെസ്, അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഒരു ദാക്ഷിണ്യവും കോടതിയിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കേണ്ട എന്നായിരുന്നു ഈ പ്രതി നാരായണദാസിനോട് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. പക്ഷേ ഇയാൾ ഒളിവിലാണ്, കണ്ടെത്തുന്നതിനാണ് ഇപ്പോൾ ഈ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് നേരെ ആക്രമണം. സ്കൂട്ടറിന്റെ വായ്പാ തിരിച്ചടവ് തെറ്റിയതിനാൽ വീട്ടിലെത്തി പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടതോടെ യുവാവ് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഓർക്കാട്ടേരി സ്വദേശി ബിജീഷിനെതിരെ പോലീസ് കേസെടുത്തു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരണത്തിന് ഇന്ത്യയും അമേരിക്കയും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ധാരണയായത്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ലഭ്യമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള വ്യാപാരം ഈ വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റായ F-35S ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ മുന്നൊരുക്കങ്ങൾക്ക് അമേരിക്കയ്ക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വിട്ടു നൽകുന്നതിനുള്ള നയം US വിലയിരുത്തും. പ്രതിരോധ രംഗത്ത് പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായി 10 വർഷത്തെ പദ്ധതി തയ്യാറാക്കാനുള്ള കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും വ്യക്തമാക്കി. C-130J സൂപ്പർ ഹെർക്കുലീസ് യുദ്ധവിമാനം, C-17 ഗ്ലോബ്സ്റ്റാർ 3 സൈനിക യാത്രാ വിമാനം, ഹർപൂൺ ആന്റിഷിപ്പ് മിസൈൽ അടക്കം ഇന്ത്യക്ക് ലഭ്യമാക്കുമെന്ന് പ്രസ്താവനയിൽ ഇരു നേതാക്കളും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെ അദാനിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ അദാനിക്കെതിരായ കൈക്കൂലി കേസ് ട്രംപുമായി ചർച്ച ചെയ്തു എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. 2 രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തികളെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല എന്നായിരുന്നു മോദിയുടെ മറുപടി. भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए 2 देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അമേരിക്കയിലെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള മറ്റൊരു വിമാനം നാളെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 2 വിമാനങ്ങളിലായാണ് കുടിയേറ്റക്കാരെ തിരികെ എത്തിക്കുന്നത്. അമൃത്സറിലാണ് ഈ വിമാനങ്ങൾ ഇറങ്ങുന്നത്. ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങൾ നൽകും. അല്പസമയത്തിനകം നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത്സറിലാണ് നേരത്തെ ഒരു വിമാനം എത്തിയത്. ആ വിമാനത്തിൽ ഇന്ത്യക്കാരെ കൈവിലങ്ങുകൾ അണിയിച്ച് തിരികെ കൊണ്ടുവന്നതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ വിഷയം പ്രധാനമന്ത്രി ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചില്ല എന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. അതിനിടെയാണ് കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരികെ അയക്കുന്നത്. രേഖകളുള്ള ഇന്ത്യൻ പൗരന്മാരെ ഏറ്റെടുക്കും എന്ന് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അമൃത്സറിലാണ് വിമാനങ്ങൾ ഇറങ്ങുന്നത്. അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. അച്യുതൻ, ഇതിൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തുന്നു. ആ ഘട്ടത്തിലാണ് വീണ്ടും 2 വിമാനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് വരുന്നത്. ആദ്യം എത്തിയ വിമാനങ്ങളിൽ ഇന്ത്യക്കാരെ വളരെ മോശമായി കൈകാര്യം ചെയ്തു എന്ന ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ ഈ സർക്കാരിന് നേരെയുണ്ട്. അപ്പോൾ പുതിയ വിമാനങ്ങളിൽ 100-ലധികം യാത്രക്കാർ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരുണ്ട്. എന്തായിരിക്കും അവരോടുള്ള സമീപനം എന്നത് പ്രധാനമാണ്. വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് കൂടുതൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരികെ എത്തിക്കുമെന്നുള്ള വിശദാംശങ്ങൾ കണക്കുകൾ സഹിതം പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 വിമാനങ്ങൾ കൂടി ഈ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി തിരികെ രാജ്യത്തിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. വിമാനങ്ങൾ അമൃത്സറിൽ നാളെ ഇറങ്ങും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ തവണ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ 104 അനധികൃത ഇന്ത്യൻ
കുടിയേറ്റക്കാരെയാണ് രാജ്യത്ത് തിരികെ എത്തിച്ചത്. ആ സംഭവം വലിയ വിവാദങ്ങളിലേക്കാണ് വഴിവെച്ചത്. കാരണം ഈ കൈകളിൽ ഈ വിലങ്ങണിഞ്ഞും അതുപോലെ കാലുകളിൽ ചങ്ങലയും ഇട്ടായിരുന്നു ഈ കുടിയേറ്റക്കാരെ വളരെ മോശമായ രീതിയിൽ തിരിച്ചയച്ചത്. അതിനെതിരെ വലിയ പ്രതിഷേധം ശക്തമാവുകയും ഒടുവിൽ ഇന്ത്യ അതിലൊരു അതൃപ്തി അമേരിക്കയെ അറിയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായും ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഉണ്ടായതായും വിവരങ്ങളുണ്ട്. എന്തായാലും നിലവിൽ വരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം സംബന്ധിച്ച ഒരു കൃത്യത ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. 170 മുതൽ 180 വരെ ഇന്ത്യൻ കുടിയേറ്റക്കാരുമായാണ് വിമാനങ്ങൾ വരുന്നത്. അത് സൈനിക വിമാനമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വിമാനമാണോ എന്നത് സംബന്ധിച്ചും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 വിമാനങ്ങൾ അത് നാളെ അമൃത്സറിലേക്ക് എത്തും എന്ന വിവരമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. വിജയകുമാർ, അമേരിക്കയിൽ നിന്നുള്ള 2 വിമാനങ്ങൾ നാളെ അമൃത്സറിൽ ഇറങ്ങും. അതിൽ എത്ര അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുണ്ടാകുമെന്ന് വ്യക്തമല്ല. 200-നടുത്ത് എന്ന സൂചന മാത്രമേ ഉള്ളൂ. ഇനിയും ആദ്യം വന്നതുപോലെ 104 പേരെ കൈവിലങ്ങൊക്കെ അണിയിച്ചു കൊണ്ടുവന്നതുപോലെ സൈനിക വിമാനങ്ങളിലാണോ അവരെ കൊണ്ടുവരിക എന്നൊന്നും അറിയില്ല. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നൊരു പക്ഷേ അടുത്ത മണിക്കൂറുകളിലെ വ്യക്തമാകും. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ആലപ്പുഴയിൽ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ സഹപാഠിയായ 18-കാരൻ അറസ്റ്റിൽ. +1 വിദ്യാർത്ഥി ശ്രീശങ്കർ സജിയാണ് അറസ്റ്റിലായത്. അസൈൻമെന്റ് എഴുതാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 4 മാസത്തിനു മുൻപ് സഹപാഠിക്ക് നേരെ തോക്കു ചൂണ്ടിയതിന് ഈ വിദ്യാർത്ഥിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. അസൈൻമെന്റ് എഴുതാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി ശ്രീശങ്കർ സജി വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും മടക്കി അയച്ചത്. പ്രതിക്ക് 18 വയസ്സ് തികഞ്ഞ് 3-ാം ദിവസമാണ് സംഭവം നടന്നത്. പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 4 മാസത്തിന് മുൻപ് സഹപാഠിക്ക് നേരെ തോക്കു ചൂണ്ടിയതിന് വിദ്യാർത്ഥിക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു. 18 വയസ്സ് പൂർത്തിയാകാത്തതിനാൽ അന്ന് പോലീസ് നിയമപരമായ നടപടികൾ എടുത്തിരുന്നില്ല. സ്കൂളിൽ നിന്ന് അന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് പല സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രതി സ്കൂളിൽ പുനഃപ്രവേശനം നേടുകയായിരുന്നു. 24 ആലപ്പുഴ. ഇപ്പോൾ ധനമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഇത് ഈ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല വയനാട് ദുരന്തം, ആ ദുരന്തത്തെ തുടർന്ന് നമ്മൾ 2000 കോടിയുടെയെങ്കിലും നഷ്ടം അടിയന്തരമായി അതിനുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാന്റ് പോലെ ഉള്ള ഗ്രാന്റാണ് നമ്മൾ ചോദിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള സഹായമാണ് കൊടുക്കുന്നത്. എന്നാൽ ആ ഗ്രാൻഡായിട്ടുള്ള തുകയല്ല കിട്ടിയത്. പിന്നെ വായ്പ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വായ്പയും ചോദിച്ചിരുന്നു. കാരണം ഇത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ കാപ്പെക്സ് സ്കീം അനുസരിച്ചിട്ട് 529 കോടി രൂപയാണ്, ഏകദേശം 530 കോടി രൂപയുടെ വായ്പയാണ് ഇപ്പോൾ കിട്ടിയത്. അത് ദീർഘകാലം കൊണ്ട് അടയ്ക്കേണ്ട വായ്പയാണ്. അത് വായ്പ തിരിച്ചടയ്ക്കണം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചെലവ് ചെയ്ത് തീർത്താലേ ആ വായ്പയുടെ ഇത് കിട്ടുള്ളൂ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഈ അസംബ്ലിയുടെ SDGയിലൊക്കെ ചേർക്കേണ്ടതാണ്. ഇതൊക്കെ ചേർത്ത് മുന്നോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വായ്പയാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് 50 പിന്നെ ഈ പറഞ്ഞ ക്യാപെക്സ് വായ്പയാണ്. ഇത് തന്നെ വളരെ വൈകി എന്നുള്ളത് പ്രശ്നമുണ്ട്. കുറച്ചുകൂടി മുമ്പ് തന്നെ അവർ അനുവദിക്കാമായിരുന്നു. എന്തായാലും ഗ്രാന്റ് കിട്ടേണ്ടതാണ്. ഇത്തരം ദുരന്തങ്ങൾക്ക് ഏത് സ്റ്റേറ്റിന് വന്നാലും പ്രത്യേകമായ ഒരു വായ്പയല്ലാതെ തന്നെ ഒരു സഹായം കിട്ടേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ല. എന്നാലിപ്പം ഇത് ഈ SDG ഇത് നമ്മുടെ ഈ സ്പെഷ്യൽ വായ്പ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതനുസരിച്ച് ബാക്കി എല്ലാ അനുവാദങ്ങളും കിട്ടിയാൽ 1 വർഷത്തിനകം അടുത്ത വർഷം തന്നെ ആ ദുരിതാശ്വാസത്തിൻ്റെ ആദ്യ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. മിനിസ്റ്റർ, ഇതിനകത്ത് ഈ ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കണമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അത് നമുക്കൊരു വെല്ലുവിളിയായി വരില്ലേ? അതൊരു വലിയ പ്രായോഗികമായ വലിയ പ്രശ്നമാണ്. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ UC കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ധനവകുപ്പ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ആ കാര്യം നോക്കുന്നുണ്ട്. അതൊരു പ്രായോഗിക പ്രശ്നം തന്നെ, വലിയ പ്രശ്നമാണ്. ഇതുപോലെയാണ് പല കേന്ദ്ര പദ്ധതികളുടെയും പ്രായോഗികമായിട്ടുള്ള അനുഭവം. എന്തായാലും അത് നമ്മൾ പരമാവധി ഇത്
യൂട്ടിലൈസ് ചെയ്യാനും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കുകയാണ്. അത് ലോണാണ് എടുത്തേക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് സമയത്താണ് വരുന്നത്. അപ്പോൾ അല്ല, അതിന് മുമ്പായ പോലും ഇത്രയും വലിയ തുക. യെസ്, കേന്ദ്ര സഹായം സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിക്കുകയായിരുന്നു. വായ്പയായാണ് ലഭിച്ചത്. ഈ സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കണം. അതിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് എന്ന് ധനമന്ത്രി സൂചിപ്പിക്കുകയായിരുന്നു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ നാണംകെട്ട പ്രകടനത്തിന് പിന്നാലെ കായിക മന്ത്രിക്കെതിരെ തുറന്നടിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷൻ. മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രവർത്തനം വട്ടപൂജ്യമാണ്. താരങ്ങൾക്കൊരു പിന്തുണയും നൽകിയില്ലെന്നും ഗെയിംസിന് 10 ദിവസം മുൻപ് മാത്രമാണ് ഫണ്ട് അനുവദിച്ചതെന്നും KOA പ്രസിഡന്റ് വി സുനിൽകുമാർ 24നോട് പറഞ്ഞു. ഒളിമ്പിക്സ് മാതൃകയിൽ എല്ലാ കായിക ഇനങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന തരത്തിൽ ദേശീയ ഗെയിംസ് പുനഃസംഘടിപ്പിച്ച 1985 മുതലുള്ള കേരളത്തിന്റെ ഏറ്റവും ദയനീയ പ്രകടനമായിരുന്നു ഇത്തവണ ഉത്തരാഖണ്ഡിൽ. 13 സ്വർണം ഉൾപ്പെടെ 54 മെഡലോടെ 14ാം സ്ഥാനത്ത്. 2023 ഗോവ ഗെയിംസിൽ 36 സ്വർണമടക്കം 87 മെഡലോടെ 3ാം സ്ഥാനത്തായിരുന്ന കേരളമാണ് ആദ്യ 10ൽ പോലും ഇടം നേടാനാവാതെ നാണം കെട്ടത്. കേരളത്തിന്റെ ഈ പതനത്തിന് കാരണം കായിക മന്ത്രി വി അബ്ദുറഹ്മാനും സ്പോർട്സ് കൗൺസിലും എന്ന കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ 24നോട്. കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. ഏറ്റവും മോശപ്പെട്ട പ്രകടനം വേണമെങ്കിൽ പറയാം സിഗറോ പ്രകടനമാണ്. വട്ടപൂജ്യം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കോവിഡിന് ശേഷം കായിക മേഖലയെ തിരികെ കൊണ്ടുവരാൻ മറ്റ് സംസ്ഥാനങ്ങൾ ഉത്സാഹിച്ചപ്പോൾ അബ്ദുറഹ്മാനും കായിക വകുപ്പും ഒന്നും ചെയ്തില്ല. താരങ്ങൾക്ക് പരിശീലന സൗകര്യങ്ങളും സാമ്പത്തിക പിന്തുണയും നൽകിയില്ല. ദേശീയ ഗെയിംസിനായുള്ള ഫണ്ട് അനുവദിച്ചതുപോലും 10 ദിവസം മുമ്പ് മാത്രമെന്നും ആരോപണം. ഒരു എക്യുപ്മെന്റ്സ് വാങ്ങിക്കൊടുക്കാതെ, സമയത്ത് ഭക്ഷണം കൊടുക്കാതെ, അവരെ യാതൊരു രീതിയിൽ അവരൊരു കൺസിഡറേഷൻ കിട്ടാത്ത രീതിയിലാണ് അവർ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത്. കായിക സംഘടനകളെ സഹായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് സ്പോർട്സ് കൗൺസിലിന്റെ ജോലി, മന്ത്രിയുടെ ജോലി. ഈ നില തുടർന്നാൽ അടുത്ത മേഘാലയ ഗെയിംസിലും കേരളത്തിന് രക്ഷയുണ്ടാവില്ലെന്നും കേരള ഒളിമ്പിക് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.